നെല്ലിക്കുഴി പഞ്ചായത്തിലെ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മേക്കരപ്പടി 314 റോഡിന്റെയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച ഇന്ദിരാഗാന്ധി കോളേജ് തുരുത്ത് റോഡുമാണ് നാടിന് സമർപ്പിച്ചത്. ആന്റണി ജോൺ MLA 2 റോഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. അസാധ്യമെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയ ഒരു 10 വർഷക്കാലം വയനാട് തുരങ്കപാത നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ബ്ലാസ്റ്റിങ്ങിൻ്റെ പ്രവൃത്തികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത്. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് പറയാൻ കഴിയുന്ന, കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പലരും കരുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം. ഈ പ്രദേശത്ത് കൂടെയാണല്ലോ ശബരി റെയിൽ കടന്നു പോകുന്നത്. 27 വർഷക്കാലത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലല്ലേ അതും സാധ്യമായത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെൻറ് എൻ്റെ ഘട്ടത്തിലല്ലേ. ഈ പ്രദേശത്ത് നമുക്കിപ്പോൾ ട്രെയിനിൽ കയറണമെങ്കിൽ ആലുവയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഒക്കെ പോകേണ്ട സാഹചര്യമാണ്. ഇനിയിപ്പോൾ നെല്ലിക്കുഴിയിലും കോതമംഗലത്തും ഒക്കെ റെയിൽവേ വരികയാണ്. വർഷങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സംസ്ഥാനത്ത് സ്വീകരിക്കുന്ന സമീപനമല്ല. റെയിൽവേ വികസനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേ മന്ത്രാലയവും എല്ലാം പണം ചെലവഴിക്കുമ്പോൾ കേരളത്തിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടി വേണമെന്നുള്ള ഒരു വാശിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ നീണ്ടുപോയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം CE നാസർ, ലോക്കൽ കമ്മിറ്റി അംഗം NP അസൈനാർ, PP പ്രേമൻ, PP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.